പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ യേശുവേ, ഒരു ദിവസം കൂടി അങ്ങ് ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഞങ്ങളുടെ മക്കളുടെ വ്യത്യസ്തങ്ങളായ മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ്, ഈ സമയത്ത് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഇന്റർവ്യൂവിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ജോലി മേഖലകളിൽ തടസ്സങ്ങൾ നേരിടുന്ന മക്കള്, പരീക്ഷയിൽ തടസ്സങ്ങൾ നേരിടുന്ന മക്കള്, സമാധാനമില്ലാതെ പലവിധ മേഖലയിൽ നിരാശപ്പെട്ട് കഴിയുന്ന മക്കള്, പാപത്തിന്റെ കുട്ടികെട്ടിപ്പെട്ട് രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ദുശീലങ്ങൾ കടങ്ങി രാത്രിയിൽ സഞ്ചരിച്ച് ലോകാരൂപിക്ക് അടിമപ്പെട്ടു പോയ മക്കള്, ഞങ്ങളുടെ എല്ലാ മക്കളെയും തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ പാവപ്പെട്ട ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ പ്രാർത്ഥനയിൽ ഇടപെട്ട് ഞങ്ങളുടെ മക്കളോട് കരുണ കാണിച്ച് ഞങ്ങളുടെ മക്കളെ, അതിലൂടെ ഞങ്ങളുടെ തലമുറയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി അമ്മയുടെ പ്രിയപ്പെട്ട സ്വന്തം മക്കള്, കുടുംബങ്ങള് ആയി കണ്ടുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങൾക്കും മക്കൾക്കും വേണ്ടി അമ്മ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രത്യേകമായ വിധത്തിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വമാണ് നമ്മുടെ മക്കളെ നന്നായിട്ട് പരിശീലിപ്പിക്കുക എന്നുള്ളത്. എല്ലാ കാര്യങ്ങളിലും പഠിപ്പിക്കണം, പരിശീലിപ്പിക്കണം, അവരെ അതിൽ വളർത്തണം. അതിലൊക്കെ നമുക്ക് സംഭവിച്ചു പോയ ഒത്തിരി തോൽവികൾ എന്ന് ചിന്തിക്കുന്ന ഒരു തോൽവിയുടെ മേഖല, ശാരീരിക വിശുദ്ധിയെ കുറിച്ച് നമ്മുടെ മക്കളെ വേണ്ട വിധത്തില് ബോധ്യപ്പെടുത്താനും അതിലുറപ്പിക്കാനും നമുക്ക് കഴിയാതെ പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് തോൽവിയാണ്. ഞങ്ങൾക്ക് വിശുദ്ധ മരിയാക്കുരേത്തി അസൂന്ത അമ്മ, അവളുടെ അമ്മ പറഞ്ഞു കൊടുത്തു, മോളെ, എന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്, വിശുദ്ധ കുർബാന സ്വീകരിച്ച ശരീരമാണ്, ഈശോയുടെ പരിശുദ്ധ ശരീരവും രക്തവും അലിഞ്ഞു ചേർന്ന ശരീരമാണ്, പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ്. അതുകൊണ്ട് ഒരിക്കലും അതിനെ പാപത്തിന് വിട്ടുകൊടുത്ത് നീ നരകത്തിൽ പോകരുത്. ശരീരത്തിന് ഉയർപ്പുണ്ട്, നിത്യമായ ജീവിതമുണ്ട്, നരകത്തിൽ പോകാൻ പാടില്ല മക്കളെ. അതുകൊണ്ട് നീ ശരീരത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണം. നമുക്കറിയാം, 13-ാമത്തെ വയസ്സില് പാപത്തിന് പ്രേരിപ്പിക്കണ സമയത്ത് ആ കുഞ്ഞ് അതിനെ ചെറുത്തു നിന്ന് അതിനുവേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച മരിയാക്കുരേത്തിയുടെ ജീവിത ചരിത്രം നമുക്കറിയാം. പ്രിയപ്പെട്ട മക്കളെ, പൗലോസ്ലീഹ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിലും 3:16-ലും 6:19-ലും ഒക്കെ പറയുന്നുണ്ട്. 3:16 പറയാം, നിങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. ആ ആലയം നിങ്ങൾ തന്നെ. കർത്താവിന്റെ ആലയമാണ് ഈ ശരീരം. ഇത് മദ്യപിക്കാനുള്ളതല്ല, ജനിക പാപത്തിന് വിട്ടുകൊടുക്കാൻ പാടില്ല. സ്വയംഭോഗമോ വ്യഭിചാരമോ മ്ലേച്ഛപ്രവൃത്തികൾക്കോ അശുദ്ധിക്കോ വിട്ടുകൊടുക്കാൻ പാടില്ല. ദൈവത്തിന്റെ ആലയമാണ്. ആ ഒരു ശാരീരിക വിശുദ്ധിയെ കുറിച്ചും ദൈവാലയത്തെ കുറിച്ചുള്ള ചിന്തയെക്കുറിച്ചും ഒക്കെ നമ്മുടെ മക്കളെ പറഞ്ഞു കൊടുത്ത് വളർത്തിയിരുന്നെങ്കിൽ, ഞാൻ പറയും, നമ്മുടെ മക്കള് ഇന്ന് ഒത്തിരിയേറെ മക്കളെ, ഒത്തിരി നമുക്കറിയാലോ, അവന്റെ പിന്നാലെ പോകുന്നു, അവിടെ പോയി താമസിക്കുന്നു, ഒരുമിച്ച് താമസിക്കുന്നു, ലിവിങ് ടുഗദർ, അവന്റെ കൂടെ പോയി. അങ്ങനെ മടിയില്ലാത്ത രീതിയിൽ ശരീരത്തെ അശുദ്ധിക്ക് വിട്ടുകൊടുക്കുന്ന, മദ്യത്തിന് വിട്ടുകൊടുക്കുന്ന, ലജ്ജതയ്ക്ക് വിട്ടുകൊടുക്കുന്ന, കണ്ണിക്കണ്ടവന് ഉപയോഗിക്കാൻ ഒരു ഭോഗവസ്തു പോലെ കൊടുക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ മക്കള് ഒരിക്കലും മരിച്ചാലും പോവില്ല. ഈ ഒരു അറിവും ഈ ഒരു സത്യവും ഒക്കെ നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ
അതിൽ പലപ്പോഴും മാതാപിതാക്കള് തോറ്റുപോയിട്ടില്ലേ? എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കളെ നമ്മളെ കർത്താവ് പരമേൽപ്പിച്ചത് അവരെ ദൈവത്തിന്റെ ആലയങ്ങളെ പോലെ കാത്തു സൂക്ഷിച്ച് വളർത്താനും അവരും അതിനുവേണ്ടി നിലപാടെടുത്ത് പാപത്തെക്കാൾ മരണമെന്ന് പറഞ്ഞ ഒരു അടിസ്ഥാനത്തിൽ ഉറപ്പിക്കാനും സാധിക്കുന്ന രീതിയിൽ പരിശീലിപ്പിക്കണം, പഠിപ്പിക്കണം, ഉറപ്പിക്കണം. മരിച്ചോട്ടെ, പാപത്തെക്കാൾ മരണം, അതാണ് അസുദ്ധാമ്മയുടെ ഒക്കെ മുദ്രാവാക്യം. പാപത്തേക്കാൾ മരണം, മരിച്ചോട്ടെ. അതല്ല നമ്മൾ പറയുന്ന മനസ്സാപ്രകടനത്തില് ഏതെങ്കിലും ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധനാണ്. ഈ ഒരു തലത്തിലേക്ക് നമ്മുടെ മക്കളെ വളർത്തണം. അല്ലെങ്കിൽ നമ്മുടെ മക്കൾ പെട്ടെന്ന് അശുദ്ധിക്ക് വിട്ടുകൊടുക്കും, ശരീരത്തെ ഒരു മടിയില്ലാതെ മദ്യത്തിന് വിട്ടുകൊടുക്കും, ലഹരിക്ക് വിട്ടുകൊടുക്കും, മ്ലേച്ഛതയ്ക്ക് വിട്ടുകൊടുക്കും. അങ്ങനെ ഒരു തലത്തിലേക്ക് നമ്മുടെ മക്കൾ അധപ്പതിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു അധപതനം സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മക്കളും അത് പരിശീലിക്കണം, അത് മനസ്സിലാക്കണം. പിന്നെ വേറൊരു തലം, ഇങ്ങനെ അശുദ്ധിക്ക് ശരീരം വിട്ടുകൊടുത്താൽ പിന്നെ നമ്മുടെ ഒരു ചൈതന്യം പോകും, ആത്മവിശ്വാസം പോകും. മാത്രമല്ല ഏത് തിന്മയ്ക്കും ഏത് പിശാചിനും പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ പറ്റും. ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. നമ്മൾ ചെയ്യുന്ന പാപത്തിലൂടെ പിശാചിന് ആധിപത്യം കടന്നു വരും. അത് നമ്മുടെ ശരീരത്തെ നശിപ്പിക്കും, രോഗത്തിലേക്ക് നയിക്കും, അസ്വസ്ഥതയിലേക്ക് നയിക്കും, പല പല ബന്ധനത്തിലേക്ക് നയിക്കും. അത് നമ്മുടെ ആത്മാവിനെ ബാധിക്കും, ജീവിതത്തെ ബാധിക്കും, നമ്മുടെ കുടുംബത്തെ ബാധിക്കും, തലമുറയെ ബാധിക്കും. മക്കള് കുടുംബജീവിതത്തിൽ മക്കൾ ജനിക്കുന്ന അവസ്ഥയെ സ്വാധീനിക്കും, പൗരോഹിത്യത്തെ സ്വാധീനിക്കും, എല്ലാം സ്വാധീനിക്കും. ശരീരത്തിന്റെ വിശുദ്ധി അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഉറപ്പിച്ചു കൊടുക്കും. അതിൽ വന്ന പരാജയം നമ്മുടെ മാതൃത്വത്തിന്റെ പിതൃത്വത്തിന്റെ വലിയ പരാജയമാണ്. നമുക്കൊരു നിമിഷം ഈ ഒരു മേഖലയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ ദിവസങ്ങളില് ഞങ്ങൾക്ക് സംഭവിച്ച തോൽവികളുടെ മേഖലയിൽ അങ്ങ് ഞങ്ങളെ ഓരോ വിഷയങ്ങളും ഓരോ മേഖലകളും അനുസ്മരിപ്പിക്കുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് പറ്റിയ വീഴ്ചകളോർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ആ വീഴ്ചകളിലൂടെ ഞങ്ങളുടെ മക്കൾക്ക് ലഭിക്കാതെ പോയ അറിവ്, സത്യം, ഇതൊക്കെ അങ്ങ് തന്നെ തിരിച്ചു കൊടുക്കണമേ. ശരീര വിശുദ്ധിക്ക് വേണ്ടി നിലപാടെടുക്കാൻ, അതിനുവേണ്ടി രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നാൽ രക്തസാക്ഷിത്വം വഹിക്കാൻ ഇടയാകത്തക്ക വിധത്തിലുള്ള സത്യത്തിന്റെ യഥാർത്ഥമായ തീവ്രത അങ്ങയുടെ മക്കളിൽ ജനിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശരീരങ്ങളെയും ഞങ്ങളുടെ മക്കളുടെ ശരീരങ്ങളെയും കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് ഈ ലോകത്ത് ജീവിച്ച് വിശുദ്ധിയുടെ അടിസ്ഥാനത്തില് എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും സ്വന്തമാക്കി യഥാർത്ഥമായ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഈ വിശുദ്ധിയിൽ കേന്ദ്രീകൃതമാണ് എന്നുള്ള അടിസ്ഥാനത്തില് ആ സന്തോഷവും സമാധാനവും പ്രാപിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ, ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ. ഒരിക്കൽ കൂടി കർത്താവെ, ഈ പ്രാർത്ഥനയെ പങ്കെടുക്കുന്ന അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു. ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, മക്കളെ അനുഗ്രഹിക്കണമേ. എല്ലാ നിയോഗങ്ങളിലും കർത്താവെ അങ്ങയുടെ ശക്തി അവിടുന്ന് പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഇന്നലെ ഇവിടെ ധ്യാനം കഴിഞ്ഞു. വീണ്ടും നമ്മൾ ശുശ്രൂഷയിൽ തന്നെയാണ്. ഇനി അങ്ങോട്ട് ഒത്തിരിയേറെ ശുശ്രൂഷകളും ഈ മാസത്തിൽ കുറെ ധ്യാനങ്ങളുണ്ട്. ഇവിടെയും ഈ കാർമൽ ധ്യാന കേന്ദ്രത്തെ പുറത്തൊക്കെ ധ്യാനമുണ്ട്. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. മീഡിയ മിനിസ്ട്രി അതിശക്തമായിട്ട് മുന്നോട്ട് പോകട്ടെ. പ്രത്യേകിച്ചും മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഓരോ തലങ്ങളിൽ കാര്യകാരണ സഹിതം ഓരോ ദിവസവും ഓരോ രീതിയിൽ കർത്താവ് നമ്മൾ നയിക്കുമ്പോൾ ഈ പ്രാർത്ഥന ദൈവത്തിന്റെ ആഗ്രഹമാണ്, സ്വർഗത്തിന്റെ മനസ്സാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും വെച്ച പറയാണ്, ഈ ചാനല്, ഈ പ്രാർത്ഥന നിങ്ങളുടെ കൂട്ടായ്മയിലും നിങ്ങളുടെ ബന്ധുമിത്രാദികളിലും നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകൾ, ഇടവക ഗ്രൂപ്പുകൾ, ഇടവയിലെ ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, അതിലേക്കാണ് ഷെയർ ചെയ്യും. എത്തേണ്ടടുത്തേക്ക് എത്തട്ടെ. അത് നിങ്ങളുടെ ഏതെല്ലാം വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടോ അതിലേക്ക് ഷെയർ ചെയ്യാം. മക്കളെ കുറിച്ച് വിഷമം പറയുമ്പോൾ അവരോട് നിങ്ങൾ പറയണം, അച്ഛന്റെ നമ്മുടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പറയണം, ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോ പറഞ്ഞില്ലേ, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്ന അവരുടെ മധ്യേ അവരുടെ പ്രാർത്ഥനകൾക്ക് നേരെ കർത്താവിന്റെ ഇടപെടലുണ്ടാവും. അതുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന അനേക ആയിരങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോമില്, ഈ കൂട്ടുകെട്ടില്, ഈ കൂട്ടായ്മയില് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ആളുകളെ കൂട്ടിച്ചേർക്കാം, നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.